യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നിട്ടും സംസ്ഥാന തലത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാകാതെ യൂത്ത് കോൺഗ്രസ് സമരം നയിക്കാൻ ആളില്ലാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ഭൂരിഭാഗം ഭാരവാഹികളും. സമരം ആര് പ്രഖ്യാപിക്കും എന്നതാണ് പ്രധാന പ്രശ്നം. അധ്യക്ഷനില്ലാതായി 2 ആഴ്ചയായിട്ടും താൽക്കാലിക ചുമതല പോലും ആർക്കും നൽകാൻ ദേശീയ നേതൃത്വത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. PR പ്രവീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീണ, ഈ പറഞ്ഞതുപോലെ ഒരു വിവാദമുണ്ടായി. രാഹുൽ മങ്കുടത്തിൽ രാജിവെച്ച ആഴ്ചകൾ പിന്നിട്ടിട്ടും നാഥനില്ലാതെ തുടരുകയാണ് യൂത്ത് കോൺഗ്രസ്. അക്കാര്യത്തിൽ ഇനിയും ചർച്ചകളൊന്നും എങ്ങും എത്തിയിട്ടില്ല. ആരിലേക്കും ആ ചർച്ച ചുരുങ്ങിയിട്ടുമില്ല. ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ ഈ വിവരങ്ങൾ കൂടി പുറത്തു വന്നതിന് പിന്നാലെ എന്താണ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഉത്രാട ദിന ആശംസകൾ. എന്തായാലും ഈ ആശംസകൾ നമ്മൾ പറയുമ്പോഴും യൂത്ത് കോൺഗ്രസിനുള്ളിൽ അത്ര നല്ല ആശംസകൾ നൽകാൻ ഇപ്പോൾ നേതൃത്വത്തിന് കഴിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതായിട്ട് 2 ആഴ്ച പിന്നിടുന്നു. പകരം ചുമതല നൽകാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് കഴിഞ്ഞ ദിവസമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സുജിത്തിന് 2023 മർദ്ദനത്തിൻ്റെ ക്രൂരമർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ആര് സമരം പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു കുഴക്കിയ ചോദ്യം. അപ്പോൾ തന്നെ പോസ്റ്റുകൾ പലതും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു. നാഥനില്ല കളരിയായി മാറിയ ഈ സംവിധാനത്തെ പിരിച്ചുവിട്ടുകൂടെ എന്ന് സംഘടനാ ഭാരവാഹികൾ തന്നെ ചോദിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിനുശേഷം വൈസ് പ്രസിഡന്റുമാർ 2 പേർ, അതായത് അബിൻ വർക്കിയും അതുപോലെ തന്നെ OJ ജനീഷും 2 ഇടങ്ങളിലായി മാധ്യമപ്രവർത്തകരെ കണ്ടെങ്കിലും സമരം പ്രഖ്യാപിക്കാനൊന്നും ആയിട്ടില്ല. ജില്ലാതലങ്ങളിൽ സമരം അവർ ചെയ്യുമെന്ന് പറയുമ്പോൾ സംസ്ഥാന തലത്തിൽ, അതായത് സെക്രട്ടേറിയറ്റിലേക്കും നിയമസഭയിലേക്കുമൊക്കെ ആര് സമരം നടത്തുമെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പരുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ചുരുക്കത്തിൽ സമരം നയിക്കാൻ ആളില്ലാതെ, ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആളില്ലാതെ ഇത്രയും ക്രൂരമായൊരു സംഭവം തങ്ങളുടെ സഹപ്രവർത്തകന് നേരിട്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാനാകാതെ കുഴങ്ങുന്ന അവസ്ഥയിലായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇതുവരെയും ദേശീയ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ പകരം ചുമതല പോലും നൽകാനാകാത്തത് ഗ്രൂപ്പ് വടംവലി ശക്തമാകുന്നതിനിടയിലാണ്. ആരെ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടുമില്ല. എന്തായാലും സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ പരിഹരിക്കാനാകാത്ത പ്രതിസന്ധിയിൽ കൂടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പോകുന്നത്. ആര് സമരം പ്രഖ്യാപിച്ചാലും താഴെത്തട്ടിലുള്ളവർ അതിൽ സഹകരിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന തലത്തിൽ ഇതുവരെ സമരം പ്രഖ്യാപിക്കാനാകാത്തത്. ജില്ലാതലങ്ങളിൽ ജില്ലാ പ്രസിഡന്റുമാർ തീരുമാനിക്കുന്ന സമരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ്. ഇപ്പോൾ തൃശ്ശൂരും മലപ്പുറവും കൊല്ലവും മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടന്നത്. ബാക്കി ജില്ലകളിലൊന്നും തന്നെ ഒരു വിധത്തിലുമുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുമില്ല. ശരി പ്രവീണ, ഓക്കെ. അപ്പോൾ PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.